ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അറബിക് ഡെസേർട്ടുമായിട്ടാണ്. കുനാഫ റെസിപ്പി, അതും പാനിൽ തയ്യാറാക്കുന്നതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണിത്. കുനാഫ ഡോ ആവശ്യമായിട്ടുണ്ട്, മൊസറല്ല ചീസ്, പൗഡേർഡ് പിസ്താഷ്യൂ, അതുപോലെ തന്നെ തിക്ക് ക്രീം, പിന്നെ ബട്ടറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഡോയിലേക്ക് ബട്ടർ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോ എടുത്ത് കൊടുക്കാം. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡോ പാക്കറ്റാണ്. അപ്പം അതിൻ്റെ ബാക്കിയുള്ള ഇത് കാരണമാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ കുനാഫ ഡോ ഇവിടെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റഡ് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ എല്ലാ ഇടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഡോ അവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് പാനിലാണല്ലോ തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ഒന്ന് നന്നായിട്ട് എല്ലാവിടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള കുനാഫ ഡോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇട്ടതിന് ശേഷം കൈ കൊണ്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം അതൊന്ന് നന്നായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബൗൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതേ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കൈ കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് ഞാനിവിടെ തിക്ക് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഹാഫ് ടിനോളം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു വിസ്കർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സ്ചറാണ് നമ്മളെ കുനാഫ ഡോൻ്റെ സെൻറ്റർ പാർട്ടിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്റ്റാഷ്യോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ എന്താണ് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്ടല്ല ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ മിക്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ മൊസറല്ല ചീസ് കൂടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പിസ്താഷ്യൂ പൊടിച്ചതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കിയുള്ള ഡോ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗവും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് അടുപ്പിലേക്ക് വെക്കാനായിട്ട്. ഏകദേശം
ഒരു 20 to 35 മിനിറ്റ്സ് വരെ നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെക്കണം. അപ്പോഴേക്കും തന്നെ നമ്മളെ ബോട്ടം സൈഡ് നന്നായിട്ട് കുക്കായിട്ട് ഒരു ബ്രൗണിഷ് കളറായിട്ട് മാറും. അപ്പോൾ ഇവിടെ 30 മിനിറ്റ്സിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സൈഡിലൊക്കെ ഒന്ന് ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വിടിയിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടാണ് ഇതുപോലെ നമ്മളെ പാനിലേക്ക് മാറ്റുന്നത്. ഇനി ഈ ഒരു സൈഡും കൂടി നേരത്തെ ചെയ്ത പോലെ തന്നെ 30 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മളെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും ഒരേപോലെ ഈ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് പിസ്താഷ്യൂ പൗഡർ തന്നെയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിസ്താഷ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ നട്ട്സുള്ള അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം ഞാനിവിടെ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഒരു 1/2 കപ്പ് ഷുഗർ 1 കപ്പ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തെടുത്തതാണ് ഞാനിവിടെ ഇപ്പം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നുള്ള ഒരു കുനാഫയാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സെൻറ്റർ പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല ക്രീമി ആയിട്ട് അകത്തിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. കഴിക്കാനും അതേപോലെ തന്നെ അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു.